ചിത്രോദയം സ്നാപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ ടെസ്ല ഉടമ ഇലോൺ മസ്ക്. തിരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം കാണിക്കാൻ EVM ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് ഇലോൺ മസ്ക് പറഞ്ഞു. ഹാക്കിങ്ങിനുള്ള സാധ്യത അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്താകെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സുരക്ഷാ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികളടക്കം നേരത്തെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്യൂർട്ടോറിക്കോയിലെ തിരഞ്ഞെടുപ്പിൽ EVMൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യയിലും ഇവ മാറ്റണമെന്ന ആവശ്യം ഉയർന്നത്. നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ പൂർണ്ണമായും ഉപേക്ഷിക്കണം. മനുഷ്യരോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ അത് ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചെറുതാണെങ്കിലും ആ സാധ്യത വളരെ വലുതാണെന്നും മസ്ക് എക്സിൽ കുറിച്ചു. അതേസമയം സോഷ്യൽ മീഡിയയിലാകെ ചർച്ചയായിരിക്കുന്നത് പ്യൂർട്ടോറിക്കോയിലെ തിരഞ്ഞെടുപ്പാണ്. EVMുമായി ബന്ധപ്പെട്ട് വ്യാപക ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത്. എന്നാൽ പേപ്പർ ബാലറ്റ് ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങൾ കണ്ടെത്തുകയും വോട്ടിന്റെ കാര്യം കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു. മുൻ US പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ അനന്തരവനായ റോബർട്ട് എഫ് കെന്നഡിയുടെ ട്വീറ്റിനായിരുന്നു മസ്കിന്റെ മറുപടി. കെന്നഡി ജൂനിയർ പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങിപ്പോകുന്ന കാര്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. US തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വതന്ത്രനായും മത്സരിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം മസ്കിന് മറുപടിയുമായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. മസ്കിന്റെ പരാമർശം എല്ലാത്തിനെയും എതിർത്തുകൊണ്ടുള്ള സാമാന്യവത്കരണമാണ്. അതിൽ സത്യത്തിന്റെ കണിക പോലുമില്ല. ആർക്കും സുരക്ഷിതമായ ഡിജിറ്റൽ ഹാർഡ്വെയർ ഉണ്ടാക്കാനാവില്ലെന്നാണ് മസ്ക് പറയുന്നത്. അത് തെറ്റാണ്. കണക്ടിവിറ്റി, ബ്ലൂടൂത്ത്, വൈഫൈ, ഇന്റർനെറ്റ് എന്നിവയില്ലെങ്കിൽ തീർച്ചയായും ഹാക്ക് ചെയ്യാനാവില്ല. ഫാക്ടറി പ്രോഗ്രാം ചെയ്ത കൺട്രോളുകൾ ഒരിക്കലും റീപ്രോഗ്രാം ചെയ്യാനാവില്ല. ഇന്ത്യ ചെയ്തതുപോലെ EVMകൾ കൃത്യമായി നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാം. ഇക്കാര്യം പഠിപ്പിച്ചു തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നും രാജീവ് ചന്ദ്രശേഖർ കുറിച്ചു. അതേസമയം കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിയും വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു വാർത്ത പങ്കുവച്ചുകൊണ്ടായിരുന്നു രാഹുൽ EVMനെതിരെ രംഗത്ത് വന്നത്. ഇന്ത്യയിലെ EVMകൾ ഒരു ബ്ലാക്ക് ബോക്സ് പോലെയാണ്. അതിനെ ആരും കുറ്റപ്പെടുത്താൻ അനുവദിക്കില്ല. നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ സുതാര്യതയെക്കുറിച്ച് ഗൗരവകരമായ ആശങ്കയുണ്ട്. അതാണ് ഉന്നയിക്കുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെങ്കിൽ ജനാധിപത്യം വലിയ നാണക്കേടായി മാറുമെന്നും രാഹുൽ പറഞ്ഞു. അതേസമയം ഒഡീഷയുടെ മുഖ്യമന്ത്രിയായി മോഹൻ ചരൺ മഹ്ജിക്ക് പ്രധാന വകുപ്പുകൾ. ആഭ്യന്തരം, ധനകാര്യം, പൊതുഭരണം തുടങ്ങിയ പ്രധാന വകുപ്പുകളുടെ നിയന്ത്രണം മജ്ഹിക്കാണ്. കൂടാതെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ്, ജലവിഭവം, പ്ലാനിങ്ങും കൺവെർജൻസും അദ്ദേഹം കൈകാര്യം ചെയ്യും. മറ്റ് മന്ത്രിമാർക്കുള്ള വകുപ്പുകൾ വിഭജിച്ച് നൽകിയിരിക്കുകയാണ്. ഉപമുഖ്യമന്ത്രി കനക് വർദ്ധൻ സിംഗിന് കൃഷി, കർഷക ശാക്തീകരണം, ഊർജം വകുപ്പുകളുടെ ചുമതല നൽകി. മറ്റൊരു ഉപമുഖ്യമന്ത്രി പ്രവത് പരിതയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, മിഷൻ ശക്തി, ടൂറിസം എന്നിവ കൈകാര്യം ചെയ്യുക. മുതിർന്ന BJP നേതാവ് സുരേഷ് പൂജാരിക്ക് റവന്യൂ, ദുരന്ത നിവാരണ വകുപ്പുകൾ അനുവദിച്ചു. കർഷക നേതാവായ റാബി നാരായൺ നായിക് ഗ്രാമവികസനം, പഞ്ചായത്ത് രാജ്, കുടിവെള്ളം എന്നീ വകുപ്പുകളുടെ മേൽനോട്ടം വഹിക്കും. ആദിവാസി നേതാവ് നിത്യാനന്ദ ഗോണ്ട് സ്കൂൾ, ബഹുജന വിദ്യാഭ്യാസം, പട്ടികജാതി പട്ടികവർഗ വികസനം, ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം, സാമൂഹിക സുരക്ഷയും വികലാംഗരുടെ ശാക്തീകരണവും എന്നിവയാണ് കൈകാര്യം ചെയ്യുക. കൃഷ്ണചന്ദ്ര പാത്രഭക്ഷ്യ വിതരണവും ഉപഭോക്തൃക്ഷേമവും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും, പൃഥ്വിരാജ് ഹരിചന്ദ്രൻ നിയമം, തൊഴിൽ, എക്സൈസ്, മുകേഷ് മഹാലിംഗ് ആരോഗ്യവും കുടുംബക്ഷേമവും പാർലമെന്ററി കാര്യങ്ങളും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ബിഭൂതി ഭൂഷണ ജേന വാണിജ്യവും ഗതാഗതവും, ഉരുക്ക്, ഖനികൾ, കൃഷ്ണചന്ദ്ര മഹാപാത്ര ഹൗസിംഗ്, നഗരവികസനം, പൊതുസംരംഭങ്ങൾ എന്നിവയാണ്. സഹമന്ത്രിമാർ ഗണേഷ് റാം സിംഗുന്തിയ വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം, ലേബർ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്, സൂര്യബൻഷി സൂരജ് ഉന്നത വിദ്യാഭ്യാസം, കായികം, യുവജന സേവനങ്ങൾ, ഒഡിയ ഭാഷാ സാഹിത്യവും സംസ്കാരവും, പ്രദീപ് ബാല സാമന്ത സഹകരണം, കൈത്തറി, തുണിത്തരങ്ങൾ, കരകൗശല വസ്തുക്കൾ, ഗോകുലാനന്ദ മാലിക് ഫിഷറീസ് ആൻഡ് അനിമൽ റിസോഴ്സ് ഡെവലപ്മെന്റ്, MSME, സമ്പത്ത് ചന്ദ്ര സ്വയൻ വ്യവസായങ്ങൾ, നൈപുണ്യ വികസനം, സാങ്കേതിക വിദ്യാഭ്യാസം. BJD 24 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 147-ൽ 78 സീറ്റുകൾ നേടിയ ശേഷം ഒഡീഷയിലെ ആദ്യ BJP സർക്കാരാണിത്.